ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. രാമരാവണ യുദ്ധം. യുദ്ധം പറഞ്ഞു യുദ്ധത്തിന്റെ ഒരുമ്പെട്ട് ബദ്ധമോദം പുറപ്പെട്ടത് രാവണൻ മൂലഫല ബലാദികൾ സങ്കരത്തിന് തൽക്കാലി പുറപ്പെട്ടു വന്നത് മുഭൂതലെ ലങ്കാധിപന് സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒരുമിച്ച് 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാൻ വാരധി പോലെ പരന്നു വരുന്നത് മാരുതി മുൻപാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നത് കണ്ട് ഭീതിമാനാകിയ രാമനും ചൊല്ലിയാൻ വാനരവീരരെ നിങ്ങൾ ഇവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ ഞാൻ ഇവരോട് പോർ ചെയ്തൊടുക്കിയിടുവനാനന്ദം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളുകവരും എന്നരുൾ ചെയ്തു. നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാം ഈശ്വരൻ. ശാപബാണങ്ങളും കൈക്കൊണ്ട് രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ എത്ര നിശാചരരുണ്ട് വരുന്നത് വന്നേറ്റതിലത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമമയമായി ക്ഷമഞ്ഞത് സംഗ്രാമഭൂമിയും എന്നൊരു വൈഭവം നേരം എന്നോട് തന്നെ പൊരുന്നിത് രാഘവനെന്ന് തോന്നി. രജനീ ചെറുപ്പൊക്കവേദാദിശനാഴിക നേരം ഒരുപോലെ അത് താനാവലിയോട് രഘുത്തമനെ സംവർഷിച്ചു. നേരം ആർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചരവാനരമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞതും എതിരന്മാരായ രാക്ഷസവീരന്മാരെയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു. നിറഞ്ഞത് പോർക്കണങ്കാളിയും കുളിംഗബന്ധങ്ങളും കാളനിശീതിനിയും ശാചങ്ങളും നായുന്നരിയും കഴുകുകൾ കാവുകൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗെ തുടരെ കേട്ടുവേ ദേവഗന്ധർവയക്ഷാംസരോവും ദേവമുനീന്ദ്രനാം നാരദനും തഥാരാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ആകാശചാരികൾ ആനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ട് നിശാചര വേദിനി തന്നെ വീടിയിടിനാരൊക്കവേ മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേ. ലക്ഷ്മണൻ താനും വിഭീഷണൻ പുനരക്കഥനേനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും ഒന്നിച്ചു ചുറ്റും നിറഞ്ഞതു. രാഘവൻ അന്നേരം മക്കളനായകന്മാരോട് അരുൾ ചെയ്തിരി കണക്കെ യുദ്ധമാശ ചെയ്തിടുവാൻ നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ട് ഞാൻ. മുന്നമേ രാക്ഷസരാജ്യം മുഴുവനും നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശ പുറപ്പെടുകയും നാം എന്നത് കേട്ടു. വിരൂപാക്ഷനും അതിന് മുന്നേ മഹോദരനും മഹാവാസനും ഉത്തരവ് ഗോപുരത്തോടെ പുറപ്പെട്ട ശസ്ത്രങ്ങൾ തൂക്കി തുടങ്ങിനാർ. ഏറ്റവും ദുർനിമിത്തങ്ങൾ ഉണ്ടായത് അനാദരിച്ചുന്നതിനായ നിശാചര നായകൻ ഗോപുരവാദൻ പുറപ്പെട്ടു നിന്നതു. ചാപലമെന്നിയെ വാനരവീരനും രാക്ഷസരോട് എതിർത്താരത് വേണ്ട കണ്ടേറ്റം ഊക്കോടടുത്ത് നിശാചര വീരരും സുഗ്രീവനും ഇരുവാക്ഷനും തങ്ങൾ ബ്രഹ്മാവണ്ണം പൊരുതാനത് നേരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും വരിച്ചിടിനാർ. ഏറ്റവരും തിരി നല്ലതു ശങ്കര ദൈവമേ തമ്മിലാവിച്ചു നേരത്ത് ചെന്ന് ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുത് ഏതുമേ മാനസേ താതനു. ഞാനിഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നിൽ അരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നത് കേട്ട് തനേനെയും ഉണർന്നേ എന്നേ സുഖമേ ജയിച്ചു വരിക നീ. നക്തഞ്ചരാധിപുത്രനും അത്രയും വ്യക്തവർണ്ണ സ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചതാ ചിത്രഭാനുപ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രാസ്ത്ര ചാപരഥാദികളോടും അന്തർധാന വിധിയും ലബ്ധ്വാനിരാകുലം ഹോമ സമാപ്തി വരുത്തി പുറപ്പെട്ട് രാമാദികളോടു പോരിനായി ആശരൻ മേഘജാലം വർഷിക്കുന്നത് പോലെ
മേഘനാഥൻ കണ തൂങ്ങിത്തുടങ്ങിനാൻ. പാഷാണ പർവ്വതവൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജി പദാതിരഥികളും അന്തകൻ തൻ പുരിയിൽ ചെന്ന് പുക്കവർക്ക് അന്തം വരുന്നത് കണ്ടു ഒരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാർ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വൻപരാമർക്കടന്മാരുടെ മേൽ വന്ന് 50ഉം 100ഉം 200ഉം 500ഉം അമ്പുകൾ കൊണ്ട് പിളർന്നു. തെരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. മർക്കടന്മാർ 21 വെള്ളവും മർക്കതനേനും വീണോരനന്തരം ആവതില്ലേതും. ഇതിന് നമുക്കൊന്നു ദേവദേവന്മാരും അന്യോന്യം അന്നേരം വ്യാകുലം കൊണ്ട് പറഞ്ഞു നിൽക്കേ ഋഷാരാഘവന്മാരെയും എയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യപ്രധരൻ ശോകവിഷമണ്ണമായി നിശ്ചലമായി ഇത് ലോകവും കൗണപാധീശ ജയത്തിനാലാ കണ്ടലാരിയും സംഗനാഥം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരുന്നിടിനാൻ. ലേഖസമൂഹവും മാർഗികദാശയ ഔഷധാഹരണ യാത്ര. കൈകസി നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിരാപത്ത് ഞാനെന്നോർത്ത് പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നി കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്ന് അറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. അകമേറും വായുപുത്രനും നേരം ആരിനി ഉള്ളതോ ഒരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനെന്തതാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവരിൽ ശാഖാതവരിൽ ആരെന്ന് നോക്കുവാൻ വേഗാകിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ട് തമ്മിൽ അന്യോന്യം പറഞ്ഞു ദുഃഖം പൂണ്ട് നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും വാതോജ സംഭവം നന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു കണ്ടു വിഴിപ്പാനിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചു താതരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ? നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞതോ? കണ്ണു വിഴിച്ചുകൂടാ രുധിരം കൊണ്ട് നിന്നുടെ വാക്ക് കേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നത് സാക്ഷാൽ പരമാത്മനോട് ചൊല്ലുക. സത്യം വിഭീഷണനായത് ഞാനിടോ? സത്വമത്തേ പുനരെന്നത് കേട്ടവൻ ചോദിച്ചു ദാശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിലാവതല്ല തിരയേണം ഇനിയിടോ ചോദിച്ചു ദാശു വിഭീഷണൻ എന്തടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും. മേഘനാഥാസ്ത്രങ്ങളേറ്റ് മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരും ഇല്ല. നീ എന്നെ പോകവേണം. നീ ഹിമവാനെയും കടന്നാകുലപെറ്റ് കൈലാസ ശൈലത്തോളം കൈലാസ സന്നിധിയിൽ ഋഷഭാദ്രിമേലുണ്ട് ദിവ്യ ഔഷധങ്ങൾ അറിയ നീ 4 ദിവ്യ ഔഷധങ്ങൾ അവറ്റിന് 4നും നാമങ്ങളും കേട്ട് പുൽകാ മുൻപിൽ വിശല്യകരണി എന്നൊന്നിടോ. പിൻപു സന്താനകരണി 3-മതും നല്ല സുവർണകരണി 4-മതും ചൊല്ലുവൻ ഞാൻ. മൃതസഞ്ജീവനി സഖേ 2 ശൃംഗങ്ങൾ ഉയർന്ന് കാണാം അവരണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ട് 4നും ദേവസ്വരൂപങ്ങളെന്നും അറിയുന്നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്ന് ആരാൽ വരിക മരുന്നുകളും കൊണ്ട് നന്ദന പോക നീ വൈകാതെ. ഇതിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്ര മേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന ഉദിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ട് വൈരിഞ്ച മണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും മഹാപുരം മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ട് മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. അടുത്തത് ദിവ്യൌഷധം. ക്ഷീരാർണവത്തേന്ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധവും ഔഷധാവാസം വൃഷഭാദ്രിയും കണ്ടിത ഔഷധമൊന്നുമേ
കണ്ടതുമില്ലല്ലോ കാണാഞ്ഞ് കോപിച്ചു പർവ്വതത്തെ പറിച്ച് ഏണാകവിമങ്ങണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോട് രാഘവൻ മുന്നിൽ വെച്ചിണ്ട നിർത്തിയിടിനാൻ. വൻപടയ്ക്ക് നേരം കൊണ്ട് നേർവർണ്ണനും പ്രീതി കൊണ്ടാൻ. നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റ് തട്ടിയ നേരത്തെ ദോഷമൊന്നേ എഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്ന് തന്നെ. ശൈലമില്ലൊരു സംശയം അല്ലായെങ്കിൽ എങ്ങനെ രാത്രിയും ചരബലം കൊല്ലുന്നതെന്നരൾ ചെയ്തോരനന്തരം കുന്നുമടുത്തുയർന്നാൻ കവി പുങ്കവൻ വന്നാൻ. അരനിമിഷം കൊണ്ട് വിനയം വിധേ വരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസവാരാനിധിയിലിട്ടിടിനാരെന്നതും കാരണം ജീവിച്ചതിലെ രക്ഷോഗണം. മേഘനാഥവധം. രാഘവന്മാരും മഹാകവി വീരനും ശോകമകം തെളിഞ്ഞു വാഴും വിധു മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ. അർക്കതനേനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ ഒക്കെ കടക്കമുറിക്ക മതിലുകൾ വൈക്യഗ്രഹങ്ങളിലൊക്കെ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ കൂവ തടാകങ്ങൾ തോർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നും ഉണ്ടെങ്കിലോ വെന്തു പറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാം. അനുക്ഷണം എന്നത് കേട്ടവർ പുള്ളിയും കൈക്കൊണ്ട് ചെന്നു തെരുതരെ വെച്ചു തുടങ്ങിന. മാർത്താണ്ട ഗോത്രജനാകിയ രാഘവൻ കൂർക്കുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കുകയും ഗോത്രാരിജിത്ത് ജയിച്ചതും എത്രയും വാർത്തോളം അത്ഭുതമെന്ന് പറയുകയും രാത്രിയും ചരന്മാർ നിലവിളി ഘോഷവും രാത്രിയും ചില സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാദഘോഷവും ആനകൾ വെന്തലറിയുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞത് ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുൻപുള്ള ഒരു കുംഭനോടാശ നീ പോകുന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുൻപ് ഞാനെന്ന് മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനെന്താനും പ്രജങ്കനും ഇത്രയും മുൻപുള്ള യൂമ്രാക്ഷനും ശൂണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവിമ്പം കലർന്ന് അടുത്താർ കവിവീരനും രാത്രിയിൽ ആർത്തെടുത്തു ഒഴുതൊരു രാത്രിയും ചരന്മാർ തരിതരച്ചാകിയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കവികളും വ്യഗാത്രങ്ങൾ ഭേദിച്ചു താത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചു മടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചു പൊടിച്ചും പരസ്പരം ചീറ്റ മുഴുത്തു പറിച്ചും വരാമരം തോറ്റു പോകായികെന്ന് ചൊല്ലിയെടുക്കുകയും വാനരാക്ഷസന്മാർ ഒരു താരഭിമാനം നടിച്ചും ത്യജിച്ചും കളയപരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി മുക്കിതേറ്റ രക്ഷോഗണം. രാവണനോടറിയിച്ചാനത് നേരം അനാത് കേട്ട് ദേവകുലാന്തകനാകിയ രാവണനോടറിയിച്ചാൻ അത് കേട്ട് ദേവകുലാന്തകനാകിയ രാവണൻ ഈ 7 ലോകം നടങ്ങും പേപ്പടി പരിചാരകന്മാരോടുകൂടെ പുറപ്പെട്ട. അപ്പോഴത് കണ്ട് മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ. ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ച് പോലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തപുരം പൊക്കിരുന്നിടുക. സന്താപമുണ്ടാകരുത് കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്നിച്ച് പുത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്ന് കാകുൽസ്ഥനോടിത്തം ഉണർത്തിച്ചരളിനാൻ നിത്യം പറഞ്ഞു. നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മെ വസ്ത്രങ്ങള് ഏതുടനന്തം വരുത്തുന്ന നാളേക്ക് ഓർക്കണം. ഇങ്ങനെ ബ്രഹ്മാസ്ത്രം ഇത് ശാചരന്മാർ കുലം ഉന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി എന്ന വാക്കിങ്ങനെ കേട്ടോരു രാമഭദ്രസ്വാമി തന്നെ രാമഭദ്രസ്വാമി താനുവരുൾ ചെയ്തു. ആയോധനത്തിങ്കൽ ഓടുന്നവരോടുമായി സംഭവരോടും വിശേഷിച്ച് നേരെ വരാത്തവരോടും ഭയം പൂണ്ടു പാതാന്തിയെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ. പാതകമുണ്ടാമതല്ല എങ്കിലേവരും ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും ദീനതേ എന്നേ കണ്ടു നിന്നീട് പിന്നെന്നരുൾ ചെയ്തു കുലചന്തികെ സന്നദ്ധനായതു കണ്ടു ഒരു രാവണി ദക്ഷണെ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തത്ര തേരിൽ വെച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായ സീതയെ കണ്ടു ദുഃഖിച്ച്
മാരുതിദാനം പരവശനായത് വാനര വീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭവം രാമരാമേതി വാവിട്ടു മയ്യൽ വിഴിയാൾ മുറവിളിച്ചീടിനാൾ. ചോരയും വാൽ പരന്നത് അത് കണ്ട് മാരുതി ജാനകി എന്ന് തേറിയിടിനാൻ. ശോഭയിലേതും നമുക്കിനി യുദ്ധത്തിന് ആപത്തിൽ പരം എന്തുള്ളത് ഈശ്വര, നാമിനി വാങ്ങ സീതാവധമ്മ. സ്വാമികളോ സ്വാമി തന്നോട് ഉണർത്തിപ്പാൻ കവികളെ കയ്യണ പൊട്ടിച്ചിരിച്ചു ഭീഷണ. അയ്യോ കുരങ്ങന്മാരം തറിഞ്ഞു വിഭോലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരും ഉണ്ടായി വരാ. മായാനിഗുണനാം മേഘം നിനാദനിക്കാര്യം എന്തിനെന്നാശകൾ മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശ നിക്കുംഫലയിൽ ചെന്ന് ഉടൻ തന്നോട് ഹോമം കഴിപ്പതിന് ആയിക്കൊണ്ടുപോകേണ്ട ഒരു വായവും അത്യത്ഭുതം ചെന്നിനി ഹോമം മുടക്കേണമല്ല എങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. ചെന്നത് കേട്ട ആലസ്യവും തീർന്നു. മന്നവൻ പോകാൻ അരിച്ചു നൽകിയിടിനാൻ. വൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തെ കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസമുഖ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്ന അനുഗ്രഹം നൽകിനാൻ ലക്ഷ്മണനോടും മഹാകവിസേനയും രക്ഷോവരനും നടന്ന അതു നേരം വന്നു നികുംഭല ആൽത്തറമേലേർ നിന്നു ദശാനനപുത്രനും അന്നേരം കണ്ട് വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞില്ല ഹോമം ഇവനെങ്കിൽ നേരെ വിളിച്ചത് കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ച് നേരിട്ട് വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയം അടുത്ത് വെന്നിനി യുദ്ധം നടത്തുക വൈകരുതേതുമേ. മൃത്യുസമയം അടുത്തിരി വെന്നിനി യുദ്ധം നടത്തുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചെന്നു നേരത്തു സൗമിത്രി വസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ട് തടുത്ത് ഇന്ദ്രജിത്തും അത്യർത്ഥ വസ്ത്രങ്ങൾ എഴുതിയിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുത്സുതനുൽപ്പന്നമോദം കുമാരനെ സാധനൻ ലക്ഷണ പാർശ്വേ വിഭീഷണനെ കണ്ട് ദക്ഷിണം ചെന്നാൻ. ദശാനനപുത്രനും രാക്ഷസ ജാതിയിൽ വന്നു പിറന്നതീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ വാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാശ സൗമിത്രിതനോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ. വിശേഷിച്ചും കണ്ടുകൊൾ അല്ലായെങ്കിൽ ഇന്ന് ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമേ അന്യത്രം പറഞ്ഞു 7 ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറി ഞാൻ ഏറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു. സത്വരം പിന്നെ വിഭീഷണൻ തന്നെ 100 ശരം ഇത് വാനര വീര്യം ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും. ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രീ കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായത് നൃത്തഞ്ചരേന്ദ്രനും സുമിത്രാ തനേനും പാരമടുത്ത് 5 ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു. കുതിരകളെ കൊന്നു സാരഥന്റെ തലയിൽ മുറിച്ച് നിസാരമായ ഒരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപം എടുത്തു കുലച്ചു വന്നറ്റമില്ലാതോളം ബാണങ്ങൾ തൂക്കിനാൻ. പിന്നെ 3-ാം പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനം നേരം ഊറ്റമായ ഒരു വില്ലും കുഴിയെ കുലച്ച് ഏറ്റമടുത്തു ബാണങ്ങൾ തൂക്കിയിടിനാൻ. സത്വരം ലങ്കയിൽ ചെന്ന് തേരും പൂട്ടി വിദ്രുതം വന്നത് രാവണപുത്രനും ആരും അറിഞ്ഞീല പോയതും വന്നതും. നാരദൻ താനും പ്രശംസിച്ചത് ഏറ്റവും ഘോരമായുള്ള ഉണ്ടായ സങ്കരം കണ്ട് ഒരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ട് ലോകത്തെങ്കിൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ലിനി ഉണ്ടാകുകയുമില്ല. കണ്ടാലും വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞതോ ഭൃശം വാസരം 3 കഴിഞ്ഞോരനന്തരം വാസോദൈത ദൈവതമസ്ത്രം കുമാരനും രാഘവൻ ചേർന്നു കരേണ ബന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംപോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനത് ചെന്ന് പങ്ക്തി കണ്ടാത്മജൻ കണ്ഠവും ഭേദിച്ച് സിന്ധു ജലത്തിൽ
മുഴുകി വിശുദ്ധമായ അന്തര തുണിയിൽ വന്നു പൊക്കൂശരം ഭൂമിയിൽ വീണ് രാവണി തന്നുടലാമയും തീർന്ന് ലോകത്രയത്തിന് സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. ദുന്ദുഭിനാഥവും ഘോഷിച്ചത് ഏറ്റവും ആനന്ദിച്ചതാശുവിരിഞ്ചനും അന്നേരം ശങ്കാവിഹീനം ചെറുഞാണലിട്ട് ശംഖം വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ശരണാംബുജം ഊപ്പിനാൻ. രാവണിയുദ്ധേ മരിച്ചത് കാലം രാവണൻ താനും മരിച്ചതറിയ നീ കുത്തനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൻ. ഇനി ദശഗ്രീവനും ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ